സത്യവിശ്വാസികളെ, സഹപ്രവർത്തകരെ, ഇവിടെ ഇങ്ങനെയും ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ വിധി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. നമ്മളാരും തീരെ വിചാരിച്ചതല്ല ഇങ്ങനെ ഒരു വിശദീകരണം വേണ്ടി വരുമെന്ന്. ഇനി എന്തൊക്കെ വിശദീകരണങ്ങളാണാവോ പടച്ച തമ്പുരാനെ ഈ സമുദായം അഭിമുഖീകരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞത്. ഇപ്പൊ ആരെങ്കിലും വിചാരിച്ചു? ശരീഅത്ത് വിശദീകരണം, ബാബരി മസ്ജിദ് വിശദീകരണം, തലാഖ് വിശദീകരണം, മാസപ്പറവ് വിശദീകരണം ഒക്കെ കഴിഞ്ഞ് സനദ് നൽകപ്പെടുന്ന കോളേജുകളിലെ പ്രിൻസിപ്പാളുമാർക്ക്, ജമിയത്തുൽ ഉലമായുടെ പ്രസിഡന്റുമാർക്ക്, അഖിലേന്ത്യാ പണ്ഡിത ശിരോമണികൾക്ക് കുഫറും ഇസ്ലാമും വിവരിച്ചു കൊടുക്കുന്ന വിശദീകരണ പ്രഭാഷണങ്ങൾ നടത്തേണ്ട ഗതികേടുണ്ടായി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളാരും വരുത്തി വെച്ചതല്ല, നമ്മുടെ തലയിൽ വന്ന് വീണതാണ്. അത് വരുത്തി വെച്ചതല്ല, നിവൃത്തി. ഈ സദസ്സിൽ സന്നിഹിതരായ വലിയൊരു വിഭാഗം മുതഅല്ലിമീങ്ങളാണ്, മദ്രസ ഉസ്താദുമാരാണ്, ആലിമീങ്ങളാണ്. അതുകൊണ്ട് തന്നെ 10 കിതാബ് മുതൽ നമ്മൾ ഓതി വരാറുള്ള ഫിഖ്ഹിന്റെ കിതാബ്, തസവുഫിന്റെ കിതാബ്, നഹ്നു മഅശറ സുന്നിയീൻ, നമ്മൾ സുന്നികളാവുന്ന ഖൗമ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു വരുന്ന നമ്മുടെ കിതാബുകളിലൊക്കെ അസ്ബാബുർ റിദ്ദ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാറുണ്ട്. മതഭ്രഷ്ടിനുള്ള കാരണങ്ങൾ. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരു മുസ്ലിമായ മനുഷ്യനെക്കുറിച്ച് കുഫർ ആരോപിക്കാൻ പാടില്ല. മുസ്ലിമായ മനുഷ്യനെക്കുറിച്ച് അങ്ങനെ പറയാനേ പാടില്ല. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഒരുപടി ബിദഅി പ്രസ്ഥാനക്കാരും തെറ്റായ ചിന്താഗതിക്കാരും ഉണ്ട്. നമ്മൾ അവരെക്കുറിച്ചൊക്കെ നമ്മുടെ സൂക്ഷ്മതയുടെ പേരിൽ ബിദഅത്തിന്റെ അഹ്ലുകാർ എന്ന രീതിയിലാണ് പറഞ്ഞു വരുന്നത്. നമ്മുടെ ശ്രദ്ധയാണ്. അഹ്മദിയ ജമാഅത്തിന്റെ ആളുകളെയും ശഹനൂരികളെയും മാത്രമാണ് മതത്തിൽ നിന്ന് പുറത്തു പോയവരെന്ന് പറഞ്ഞു. അഹ്മദിയ ജമാഅത്തുകാരെ കുറിച്ച് അങ്ങനെ പറയാനുള്ള കാരണം, പ്രധാന കാരണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖത്മുൻ നുബുവത്തിനെ, പ്രവാചകത്വ പരിസമാപ്തിയെ അവർ നിഷേധിച്ചു. അപ്പൊ അത് ഗുരുതരമായ ഖത്മുൻ നുബുവത്തിനെ നിഷേധിച്ചത് മതഭ്രഷ്ടിനുള്ള മതിയായ കാരണം. ശഹനൂരികൾ ശറഅയിൽ ലറൂരിയായിട്ട് അറിയപ്പെട്ട 5 നേരത്തെ നിസ്കാരത്തിന്റെ നിർബന്ധം നിഷേധിക്കുകയും 3 വക്ത് നിസ്കരിച്ചാൽ മതി എന്ന് വാദിക്കുകയും ചെയ്തു. അപ്പൊ ശറഅയിൽ ലറൂരിയായിട്ട് അറിയപ്പെട്ട ഒരു കാര്യത്തെ നിഷേധിച്ചു. അത് കുഫറിന് ഉള്ള മതിയായ കാരണം. എന്നാൽ ബിദഅി പ്രസ്ഥാനക്കാരിൽ നിന്നൊക്കെ ഗൗരവ സ്വഭാവമുള്ള ഒട്ടേറെ തെറ്റുകളും തെറ്റായ വാദഗതികളും ചിന്താഗതികളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ ബിദ്അത്തിന്റെ അഹ്ലുകാർ എന്ന രീതിയിലാണ് നാം അവരെ കാണുന്നത്. നമ്മുടെ സൂക്ഷ്മതയാണ്. അവരെ സ്നേഹിച്ചതല്ല നമ്മുടെ സൂക്ഷ്മത. എന്നാൽ കേരളത്തിലെ ഒരു വിഭാഗത്തിൽപ്പെട്ട മുസ്ലിംകൾക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട മാന്യദേഹങ്ങളിൽപ്പെട്ട ഒരാൾ, അദ്ദേഹം അവരുടെ പ്രസിഡന്റാണ്. ഉള്ളാൾ സയ്യിദ് മദനി അറബിക് കോളേജിലെ പ്രിൻസിപ്പാളാണ്. ഉള്ളാൾ ഉൾപ്പെടെ ഏതാനും ചില മഹല്ലുകളിൽ ഖാളിയാണ്. സ്വന്തം മഹല്ലുൾപ്പെടെ പല മഹല്ലുകളിൽ നിന്നും നേരത്തെ തന്നെ ഖാളി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അങ്ങനെയൊക്കെയാണ്. ഇദ്ദേഹം ശംസുൽ ഉലമയെ കുറിച്ച് നടത്തിയ പരാമർശം എങ്ങനെ അതിന് പ്രതികരിക്കണം എന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ. യഥാർത്ഥം പറയാലോ.
അതിനെങ്ങനെ പ്രതികരിക്കണം എന്ന് ഞാനത് കേട്ട മുതൽ ആലോചിക്കുന്നുണ്ട്. എന്താ അതിന് പറയണ്ടു എനിക്കറിഞ്ഞൂടാ. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുമോ ഇല്ലേ എന്നാണ് ആദ്യം ആലോചിച്ചത്. അങ്ങനെ പറയോ, ഞങ്ങൾ അങ്ങനെ ചിന്ത, അങ്ങനെ പറയോ എന്നൊരു ചിന്തയാണ് ആദ്യം. അങ്ങനെ ആ ഭാഗത്തുള്ള ആളുകൾ, ഉള്ളാൾ കാസർഗോഡ് ഭാഗത്തുള്ള ആളുകൾ കാസറ്റ് എത്തിച്ചു തന്നു, നമ്മളെ കേൾപ്പിച്ചു. ഇയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് മാത്രമല്ല, പിന്നീട് അതിന്റെ പ്രതികരണം എന്താകും എന്നതിനെ കുറിച്ച് ചിന്തിച്ചു നിൽക്കുമ്പോൾ 4-ാം തീയതി മിനിഞ്ഞാന്ന് പ്രസിദ്ധീകരിച്ച സിറാജ് ദിനപത്രത്തിൽ ശംസുൽ ഉലമയെ ആരും ഇസ്ലാമിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്ന്, ഇതാണ് ഹെഡിങ്. ഈ തലവാചകത്തിൽ ഒരു പ്രസ്താവന, 3 കോളം ഹെഡിങ്. കണ്ണൂരിൽ നിന്നാണ് പ്രസ്താവന. ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കി എന്ന രീതിയിൽ സമത്തയുടെ പ്രസിഡന്റ് ഉള്ളാൾ സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ ഉള്ളാൾ ഉറൂസിൽ വെച്ച് പ്രസംഗിച്ചു എന്ന പ്രചരണം വാസ്തവ വിരുദ്ധമാണെന്ന് സുന്നി വിദ്യാഭ്യാസ ബോർഡ് അഖിലേന്ത്യാ പ്രസിഡന്റ് എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ പ്രസ്താവിച്ചു. അത് വാസ്തവ വിരുദ്ധാണെന്ന് പ്രസ്താവിച്ചു. കുഴപ്പമില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ നിരപരാധിന്റെ മേക്കിട്ടുകാരന്റെ യാതൊരു ആവശ്യമല്ല, ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും. തുടർന്ന് പറഞ്ഞു, ശംസുൽ ഉലമയുമായി ചില വിഷയങ്ങളിൽ ഭിന്നത ഉണ്ടായിരുന്നു, അത് പരസ്യമായ വസ്തുതയാണ്. യഥാർത്ഥമാണ് പറഞ്ഞത്. 89 വരെ ഞങ്ങളുടെ നേതാവ് ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ തന്നെയായിരുന്നു. ബിദ്അത്തുകാരുമായി ചില വിഷയങ്ങളിൽ ശംസുൽ ഉലമ ഇളവ് വരുത്തിയപ്പോൾ ഞങ്ങൾ വേർപിരിഞ്ഞു. അല്ലാതെ ഞങ്ങൾ ശംസുൽ ഉലമയെയോ ശംസുൽ ഉലമ ഞങ്ങളെയോ ദീനിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. ഉള്ളാൾ തങ്ങളുടെ പ്രസംഗത്തിലെ കഫറ എന്ന പ്രയോഗം ചിലർ തെറ്റായി ധരിച്ചിരിക്കുകയാണ്. കഫറ എന്ന പ്രയോഗം ചെയ്യുകയാണ്. അപ്പൊ കഫറ എന്ന് മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. കഫറ എന്ന പേര്, മാതിയായ പേര് പറഞ്ഞിട്ടുണ്ട്. തലാക്ക് പോകാനല്ലേ ഫായില് വേണ്ടാതിരിക്കുള്ളൂ. ഇവിടെ ഏതായാലും ഫായിലുണ്ട്, ഇവിടെ ഫായിലുണ്ട്. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന അർത്ഥത്തിൽ അല്ല ആ പ്രയോഗം. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന അർത്ഥത്തിലല്ല ആ പ്രയോഗം. കഫറ പ്രയോഗം ഖുർആനിൽ പല സ്ഥലത്തും പ്രയോഗിച്ചത് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന ലക്ഷ്യത്തിലല്ല. ഇപ്പോ ചർച്ച ചെയ്ത് വിമത വിഭാഗത്തിന്റെ ഭാഷയിൽ കുഫ്ർ ഇസ്ലാമിനേക്ക് അടുത്ത് വരികയാണ്. ശംസുൽ ഉലമയുടെ ഭാഗം ഇരിക്കട്ടെ, അദ്ദേഹം വഫാത്തായി, നവറല്ലാഹു തആല മർഖദഹു ആമീൻ. പൊതുവായിട്ടുള്ള കാര്യമാണ് ഇയാൾ ചർച്ച ചെയ്യുന്നത്. കഫറ എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകാമെന്നല്ലാത്ത നമ്മളെ അടുത്ത് വരികയാണ്. ഇസ്ലാം ആയിനൊക്കെ അർത്ഥം വെക്കുമെന്നാവോ അറിയില്ല. പരിശുദ്ധ ഖുർആനിലുള്ള കഫറ ഏതാണ്? ഇങ്ങനെയൊന്ന് വന്നപ്പോൾ നമ്മൾ കൂടുതൽ ആലോചിച്ചു. 500-ലധികം സ്ഥലങ്ങളിൽ ഖുർആനിൽ കഫറ, യക്ഫുറു, കാഫിർ മുതലായ കുഫറിൽ നിന്ന് പിടിക്കപ്പെട്ട പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവരോട് ചോദിച്ചിട്ടുണ്ട്, ഖുർആനിൽ പറഞ്ഞ ഏത് കഫറയുടെ ഉദ്ദേശത്തിലാണ് ഉള്ളാൾ തങ്ങൾ ഇങ്ങനെ പറഞ്ഞത്? ഖുർആനിലെ ഏത് ആയത്തിൽ പറഞ്ഞ അടിസ്ഥാനത്തിലാണ്? വലിയ വിവരമുള്ളവരല്ലേ, മറുപടി പറഞ്ഞേ മതിയാകും. ഏതർത്ഥത്തിലാണ് പറഞ്ഞത്? മാത്രമല്ല, ഈ ചർച്ച കൊണ്ടിപ്പോ വരുന്നത് എന്താ? കഫറ എന്ന് പറഞ്ഞാല് മുസ്ലിം അല്ല എന്നുള്ള അർത്ഥമല്ലാണ്. അപ്പൊ കുഫറിന്റെ ഇസ്ലാമിന്റെ ഇടയിലുള്ള അകൽച്ച കുറക്കാൻ വേണ്ടിയാണ് വിമത വിഭാഗം ഇപ്പോ ശ്രമിച്ചു വരുന്നത്. ഇത് രണ്ടും ഒന്നാണ് എന്ന് പറയാതിരുന്നാൽ മതി. നിങ്ങൾ അവിടേക്ക് എത്തിക്കരുത്. ദീനിന്റെ പേരിൽ, സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ ഇവരോട് ഒപ്പം നിൽക്കുന്ന ആളുകൾ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട കേസാണ്. തുടർന്ന് പറഞ്ഞു, മറച്ചു വെച്ചു, നന്ദികേട് കാണിച്ചു തുടങ്ങിയ അർത്ഥത്തിലാണ് ഉള്ളാൾ തങ്ങൾ കഫറ കൊണ്ട് ഉദ്ദേശിച്ചത്. നന്ദികേട് കാണിച്ചു എന്ന അർത്ഥത്തിലാണ്.
നന്ദി കേട് കാണിച്ചു എന്നാണ് പറയുന്നത്. ആലോചിക്കാവുന്നതാണ്. ഈ സദസ്സിൽ കുറെ ആലിന്യങ്ങളുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, മൂപ്പര് ഹക്കിന്റെ മേലാണ്. അത് ഉള്ളാൾ തങ്ങൾ ഹക്കിന്റെ മേലാണ്. ശംസുൽ ഉലമയോ പിഴച്ചുപോയി വഖദ് കഫറ, പിഴച്ചുപോയി ലല്ല എന്ന് പറയുകയും അതിനോട് മഅതൂഫായി വഖദ് കഫറ എന്ന് പറയുകയും ചെയ്താൽ ലല്ലയുടെ ശേഷം പറഞ്ഞ കഫറയുടെ അർത്ഥം എന്താണ് പൊന്നു തങ്ങളെ? എന്താണ്? മാത്രമല്ല അദ്ദേഹം ഹക്കിന്റെ മേലാണെന്ന് പറഞ്ഞു. ഹക്കിന്റെ മേലാണെന്ന് പറഞ്ഞ ശേഷം പറയുന്ന കുഫറിന്റെ അർത്ഥം എന്താണ് പൊന്നു തങ്ങളെ? ഹക്കിന്റെ എതിരിൽ പറയുമ്പോൾ അത് ആലോചിക്കേണ്ടതല്ലേ? നന്ദികേട് എന്ന അർത്ഥത്തിലാണെങ്കിൽ തങ്ങൾ നന്ദിയുള്ള ആളാണെന്ന് പറയണം. തങ്ങൾ നന്ദിയുള്ള ആളും മറ്റുള്ളവർ നന്ദികേടുള്ളവരും, അങ്ങനെയുള്ള മുഖാബലയിൽ പ്രയോഗിക്കുമ്പോൾ ഉദ്ദേശിക്കുക. പിന്നെ എന്തിന് പറഞ്ഞു കെളിഞ്ഞു? ഒരൊറ്റ ദിവസം കൊണ്ട് പറഞ്ഞും വിശദീകരിച്ചും വഷളാകുന്ന ഒരു പ്രസ്ഥാനം ഇവരല്ലാതെ ദുന്യാവിൽ വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല. മറ്റതൊക്കെ കുറെ ദിവസം കഴിയുമ്പോഴാണ് ഇരപ്പാകുക. ഇത് ഒരു ദിവസം കൊണ്ടാണ് ഇരപ്പാകുക. 4-ാം തീയതി സിറാജിൽ ഈ പ്രസ്താവന വന്നു. ഇന്ന് 6-ാം തീയതി 4-ാം തീയതി സിറാജിൽ വന്ന ന്യൂസ് ശരിയല്ല എന്ന് എന്നേ തന്നെ പറഞ്ഞു. ഇന്ന് പറഞ്ഞു. മിനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് ഇന്ന്. ഇനി നാളെ എന്താ പറയാ? അത്തം വിത്തും ഇപ്പൊ ആർക്കാ അത്തം വിത്തും? ഇപ്പൊ ആർക്കാണ് ഇത് സംഭവം? എന്താ അറിയങ്ങള്? ഇദ്ദേഹം ഇങ്ങനെ പറയേണ്ട ആളല്ല. ഗുരുത്തക്കേട്. വർഷങ്ങൾക്ക് മുമ്പ് 2 പേർക്ക് ശംസുൽ ഉലമ 2-ാം പ്രതിയും കണ്ണിയത്ത് ഉസ്താദ് 1-ാം പ്രതിയുമായി ഒരു വക്കീൽ നോട്ടീസ് കേസ് കൊടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നോട്ടീസ് അയക്കുന്നു. കണ്ണിയത്ത് ഉസ്താദ് നോട്ടീസ് കൈപ്പറ്റുമ്പോൾ ഇവർ സമസ്തയിൽ അംഗങ്ങളാണ്. ഇവർ സമസ്തയിൽ വൈസ് പ്രസിഡന്റാണ്, ജോയിന്റ് സെക്രട്ടറിയാണ്, മെമ്പർമാരാണ്. കണ്ണിയത്ത് ഉസ്താദ് നോട്ടീസ് വാങ്ങുന്നത്. ശംസുൽ ഉലമ നോട്ടീസ് വാങ്ങുമ്പോഴേക്ക് ഇവര് പുറത്തായിട്ടുണ്ട്. കാരണം ശംസുൽ ഉലമ നോട്ടീസ് വാങ്ങാൻ അല്പം താമസിക്കും. നടപടിയൊക്കെ കഴിഞ്ഞ് ലേഖാ വാങ്ങും. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരാൾ കണ്ണിയത്ത് ഉസ്താദ് ആയതുകൊണ്ട് മറ്റൊരാളെ ശംസുൽ ഉലമ ആയതുകൊണ്ട്. അതിന് വേറെ കൂടുതൽ ആലോചിക്കണം. കണ്ണിയത്ത് ഉസ്താദിനെ 1-ാം പ്രതിയായി കേസ് കൊടുത്തിട്ടുണ്ടല്ലോ, അന്ന് തുടങ്ങി ഈ ഗുരുത്തക്കേടിന്റെ. മാത്രമല്ല കണ്ണിയത്ത് ഉസ്താദ് ലക്ഷങ്ങളെ സാക്ഷി നിർത്തി സമസ്തക്കെതിരിൽ കേസ് കൊടുത്തവർ അള്ള മുഖം കെടുത്തട്ടെ എന്ന് പറയും. ഗുരുത്തക്കേടിന്റെ അറ്റം കബീറ, വിമതന്റെ പതനം കരീബ. ഭയങ്കര ഗുരുത്തക്കേട്. ഇനി ദീർഘകാലം ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ആ രീതിയിലാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഈയുടെ പാഠപുസ്തകത്തിലുണ്ടായ പരാമർശം നമ്മൾ വലിയ ആളുകൾ ചർച്ച ചെയ്തിരുന്നു. അല്ലാഹു തആലാക്ക് വാജിബായ സിഫത്തുകൾ ഉജൂദ്, ഖിദമ്, ബഖാഅ് എന്നിങ്ങനെ ഒരു കോളത്തിൽ ഇങ്ങനെ എഴുതിയിട്ട് അതേ കോളത്തിൽ കൗനുഹു ആജിസൻ, കൗനുഹു അബുത്തമ, കൗനുഹു ജാഹിലൻ, പടച്ചവൻ പൊട്ടനാകണം, പടച്ചവൻ ചൂടേക്കാത്തവനാവണമെന്നൊക്കെ മദ്രസയിൽ പാഠപുസ്തകത്തിൽ. ഇത് DTP എടുത്തപ്പോ അറിഞ്ഞില്ല, പ്രൂഫ് നോക്കിയിട്ട് കണ്ടില്ല, പിന്നീട് അത് ഫിലിമാക്കുമ്പോ കാണില്ല, പ്രിന്റ് ചെയ്ത് കണ്ടില്ല, വിതരണം ചെയ്തപ്പോ കണ്ടില്ല, പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് കണ്ടില്ല. ഞങ്ങൾ ഇതിനെതിരെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പോഴാണ് പിന്നെ പരസ്യത്തിൽ രംഗത്ത് വരുന്നത്. അത് ഇവരത് കാണാതെ പോയി. എന്താ കാരണം? ഇവരാ വിശ്വാസികളൊന്നും അല്ലല്ലോ. ഇതെന്താ? മാതാപിതാക്കളെ ഉസ്താദുമാരെയും ധിക്കരിച്ചാൽ അതിന്റെ തിക്തഫലം ദുന്യാവുന്ന് അനുഭവിക്കേണ്ടി വരും, ആഖിറത്തിൽ വേറെ ഉണ്ടാവും. തീർച്ചയായും ശറയിലുള്ളതാണ്. അതിന്റെ തിക്തഫലം ദുന്യാവുന്ന് അനുഭവിക്കേണ്ടി വരും, ആഖിറത്തിൽ വേറെ ഉണ്ടാകും. അല്ലെങ്കിൽ പടച്ചവനെ കുറിച്ച് ഇങ്ങനെ എഴുതുമോ? അത് മാത്രമല്ല, അതിന്റെ മേലെ ഇപ്പൊ കടലാസ് ഒട്ടിച്ചിരിക്കുകയാണ്. കടലാസ് ഒട്ടിക്കേണ്ട ഭാഗം 2-3 വർഷമായിട്ട് ഇവരുടെ പാഠപുസ്തകത്തിൽ വേറെയുണ്ട്. 5-ാം ക്ലാസ്സിലെ ഫിഖ്ഹിലും 4-ാം ക്ലാസ്സിലെ ഫിഖ്ഹിലും അതാ കുട്ടികളെ പഠിപ്പിക്കുന്നു. അയില് നിഫാസ് കൊണ്ട് ഹറാമാവുന്ന കാര്യങ്ങൾ ഖുതുബ ഓതല്. അയില് നിഫാസ് ഉണ്ടാകുമ്പോൾ ഖുതുബ ഓതല് ഹറാമാണെന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നു. ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴും കടലാസ് ഒട്ടിച്ചിട്ടില്ല. ഇനി ഒട്ടിക്കേണ്ട കടലാസ് വിതരണം ചെയ്യാവുന്നതാണ്.
3 വർഷമായി അത് അതിലുണ്ട്. അയൽ നിഫാസ് കൊണ്ട് ഹറാമാവുന്ന കാര്യങ്ങളിൽ ഖുത്ബ മുതല്. ഇതിന്റെ മൈനെന്താ? അയൽ നിഫാസ് ഇല്ലാത്ത നേരത്തെ സ്ത്രീകൾക്ക് ഖുത്ബ ഓതാനല്ലേ? അതല്ലെങ്കിൽ പിന്നെ ആണുങ്ങൾക്കും അയൽ നിഫാസ് ഉണ്ടാവാന്നാവണ്ടേ? രണ്ടാലൊന്നാവണ്ടേ? ഏതർത്ഥത്തിലാണ് വിമത വിഭാഗം പാഠപുസ്തകത്തിൽ ഇത് പഠിപ്പിക്കുന്നത്? എന്നാൽ അവർ ഈ ആശയക്കാരാണോ? അല്ല. പിന്നെ അവരുടെ പാഠപുസ്തകത്തിൽ എങ്ങനെ ഇത് വന്നു? ഇരുത്തക്കട് ആ ഫസ്റ്റിലെ വക്കീൽ നോട്ടീസ് ഉണ്ടല്ലോ, അന്ന് ഫീസ് പോയതാണ്. ഇനി ആ ബൾബ് കത്തുന്നുള്ള വ്യാമോഹം നിങ്ങൾക്ക് അന്ന് ഫീസ് പോയതാണ്. ആ ബൾബ് കത്തുന്നുള്ള വ്യാമോഹം കൊണ്ട് ആരെങ്കിലുമൊക്കെ സുന്നത്ത് ജമാഅത്താന്ന് വിചാരിച്ചിട്ട് തെറ്റിദ്ധരിച്ച് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ തിരിച്ചു വരണമെന്ന് ഞാൻ പറയുന്നില്ല. ആലോചിച്ചാളി, വേണമെങ്കിൽ ആലോചിച്ചോളൂ. പടച്ച തമ്പുരാൻ നമുക്ക് ബുദ്ധി തന്നത് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനാണ്. എത്ര അനുഭവങ്ങൾ ഉണ്ടായി. കുവൈത്തിൽ പോയ വിദാഴി പ്രസ്ഥാനക്കാരേറ്റ് കരാർ എഴുതുമ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം മുഴുവനാണ് അടിയറച്ചു. കേരളത്തിൽ വന്ന് പറഞ്ഞെന്താ, ഞാൻ എന്റെ ഡയറി കൈ പിടിച്ചു വരില്ല, അതുകൊണ്ട് മറന്നു പോകുന്നു. കാരണം മൂപ്പരെ കുറിപ്പാത്തൊക്കെ ഡയറിയിലാണല്ലോ, അത് ഓർമ്മയില്ല. അഭിനയഞ്ചിൽ കുറിപ്പാത്ത് മറന്നിട്ടാണ്. ഞാൻ ആലോചിക്കുന്നത് ഇവിറ്റന്നൊക്കെ പഠിക്കണ പിള്ളേരുടെ സ്ഥിതി എന്തായിരിക്കുള്ളതാണ്? ഇവിറ്റള ഇൽമ ഇങ്ങനെയാണെങ്കിൽ ഈ പിള്ളേരുടെ സ്ഥിതിയോ? ഇത് ആളുകളെ സ്വീപ്പാക്കാനുള്ള ഏർപ്പാടാണ്, ഗുരുത്തക്കട. ഞാൻ ഈ വിഷയം തന്നെ പറയാം. ഒരു മഹാപണ്ഡിതനെ കുറിച്ച് വിശ്വപണ്ഡിതൻ എന്ന് ഞങ്ങൾ സമസ്തക്കാരെ മാത്രം പറയുന്നതല്ല, ലോകത്ത് പൊതുവെ അംഗീകാരം സിദ്ധിച്ച ഒരാശയമാണ് ശംസുൽ ഉലമ ഒരു വിശ്വപണ്ഡിതനായിരുന്നു. അതിന് കാരണങ്ങളുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഏതൊരു ആലിമിനെ നമ്മൾ എടുത്ത് പരിശോധിച്ചാലും ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ കഴിയും അദ്ദേഹം ഒരു വലിയ ഫഖീഹാണ്. മറ്റൊരാളെ കുറിച്ച് പറയുമ്പോൾ പറയും മൂപ്പര് വലിയ സൂഫിയാണ്. വേറൊരാളെ കുറിച്ച് പറയുമ്പോൾ പറയും ആള് വലിയ മഅഖൂലിയാണ്. ഇനിയൊരാളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയും ആൾക്ക് ചരിത്രത്തിൽ വലിയ പിടിപാടാണ്. ശംസുൽ ഉലമയെ കുറിച്ച് എന്താ പറയാറ്? എല്ലാമാണ്. നമുക്ക് പരിചയപ്പെട്ട കേരളീയ പണ്ഡിതന്മാരിൽ ഓരോരുത്തരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. നിങ്ങൾ സ്വയം പരിചയപ്പെട്ട ആളുകളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു നോക്കൂ. മറ്റുള്ളവരൊക്കെ ഏതെങ്കിലും ഒരു ഫണ്ണിൽ മികച്ചു നിൽക്കുന്നുണ്ടാകും. ശംസുൽ ഉലമയെ കുറിച്ച് ആലോചിക്കുമ്പോഴോ എല്ലാം. മക്കളെ ചോദിക്കാൻ ചെന്നാൽ ഏറ്റവും വലിയ ഫഖീഹാണ്. അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം പരിശോധിക്കുമ്പോൾ വലിയ സൂഫി വര്യനാണ്. ഒരു ചരിത്രകാരം അന്വേഷിക്കാൻ ചെന്നാൽ വലിയ ചരിത്ര പണ്ഡിതനാണ്. ഹദീസിലാണ് ഒരു കാര്യം അന്വേഷിക്കാൻ ചെല്ലുന്നതെങ്കിൽ വലിയ ഹദീസ് പണ്ഡിതനാണ്. ഇതെല്ലാം ഈ രീതിയിൽ നമുക്ക് മറ്റാരെങ്കിലും പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന ആളുകളിൽ ആർക്കെങ്കിലും പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? ഇസ്ലാമിനെതിരെ കടുത്ത വെല്ലുവിളികൾ ഉയർന്ന സന്ദർഭം ക്രിസ്തീയ പുരോഹിതന്മാർ മർക്കസുൽ ബിശാറ സ്ഥാപിച്ച് മുസ്ലിമീങ്ങളെ ക്രിസ്തുമതത്തിലേക്ക് ആകർഷിക്കാനുള്ള ശക്തമായ പ്രചരണങ്ങൾ നടത്തിയ സന്ദർഭം കേരളത്തിലെ മുജാഹിദ് ജമാഅത്ത് തുടങ്ങി മുഴുവൻ മുസ്ലിം മതസംഘടനകളും ഐക്യകണ്ഠേന അഭിപ്രായപ്പെട്ടത് ശംസുൽ ഉലമയിൽ ശരണം എന്നായിരുന്നു. രണ്ടാമതൊരാളെ കുറിച്ച് ആർക്കും ആലോചിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മറുപടി പറയുമ്പോൾ ഞങ്ങൾക്കൊരു പ്രാതിനിധ്യം വേണം, ഞങ്ങൾ ഒരാളവിടെ സ്വാഗതത്തിന് ഇരുത്തണമെന്നും കൂടി ആരും പറഞ്ഞിട്ടില്ല. എല്ലാം അദ്ദേഹം പറഞ്ഞാൽ മതി എന്ന രീതിയിലായിരുന്നു. അങ്ങനെ ഏതേത് വിഷയങ്ങളെടുത്ത് പരിശോധിച്ചാലും ശംസുൽ ഉലമയുടെ അവസ്ഥ അതായിരുന്നു. അതുകൊണ്ടാണ് സമസ്തക്കാർ മാത്രമല്ല അല്ലാത്തവരും ശംസുൽ ഉലമയെ കുറിച്ച് മഹാപണ്ഡിതൻ, വിശ്വപണ്ഡിതൻ എന്നാണ് പറയുന്നത്. ആ രീതിയിലുള്ള ഒരു മഹാപണ്ഡിതനെ കുറിച്ച് എന്തിന് മോശമായ പദപ്രയോഗം നടത്തി? ഇങ്ങനെ പറഞ്ഞ ആളെ കുറിച്ചുള്ള ഹുക്മ് എന്താണെന്ന് ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങളുടെ സൂക്ഷ്മതയാണ്. ഒരു മുസ്ലിമായ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ ഇശാറത്ത് ചെയ്താൽ, ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഹുക്മ് എന്താണെന്ന് നമ്മളൊക്കെ ഷാഫി മദ്ഹബുകാരല്ലേ, തുഷ്കയിലുണ്ട്, നിഹായയിലുണ്ട്, മുഗനിയിലുണ്ട്, നമ്മുടെ പ്രധാനപ്പെട്ട കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുണ്ട്.
വിമതപക്ഷത്തുള്ള ആളുകൾ ആ യുദ്ധത്തിന്റെ ഭാഗമൊന്ന് മുതാലായ ചെയ്യാൻ തയ്യാറാകണമെന്ന് മാത്രം ഞാൻ അത് സംബന്ധിച്ച് പറയുന്നു. ഞങ്ങളൊന്നും അങ്ങോട്ട് ആരോപിക്കുന്നില്ല. നിങ്ങളുടെ പരാമർശം വളരെ മോശമായി എന്ന് പറഞ്ഞാൽ പിന്നെ അത് വിശേഷിപ്പിക്കാൻ പറ്റിയ മലയാളമാണെന്ന് തോന്നുന്നില്ല. അതിലേറെ മോശപ്പെട്ട പരാമർശം ഇനി ഭൂമി ലോകത്ത് മനുഷ്യവർഗത്തിൽ നിന്ന് ഉണ്ടാകാനില്ല എന്ന് ഞാൻ പറയുന്നത്. മുസ്ലിമീങ്ങളിൽ നിന്ന് എന്നല്ല, ഭൂമി ലോകത്ത് മനുഷ്യവർഗത്തിൽ നിന്ന് ഇത്ര മോശമായൊരു പരാമർശം ഇനി ഉണ്ടാകാനില്ല എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്. ഇദ്ദേഹത്തെ കാലിയായി ഇനിയും തുടരാൻ അനുവദിക്കുന്ന മഹല്ലുകാർ അദ്ദേഹത്തോട് ചോദിക്കണ്ട, ഞങ്ങളോട് ചോദിക്കണ്ട. ഒരു സംഘടനയിലുമില്ലാതെ മാറി നിൽക്കുന്നവരോ അതല്ലെങ്കിൽ മലയാളികളല്ലാത്ത മറ്റു വല്ല ആലിമീങ്ങളോടോ കിതാബുൽ ഖലാഇന്റെ ബാബിൽ ഫിഖിന്റെ കിതാബിൽ ഒരു കാളിയെ അതിലാക്കുകയോ അല്ലെങ്കിൽ സ്വയം അയാൾ സ്ഥാനഭ്രഷ്ടനാവുകയോ ചെയ്യുന്നതിനെ കുറിച്ചുള്ള മസ്അല ഇദ്ദേഹത്തെ കാളിയായി തുടരാൻ അനുവദിക്കുന്ന മഹല്ലുകാർ ചോദിച്ച് പഠിക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. യഥാർത്ഥത്തിൽ അയാൾ എന്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ എവിടെയെല്ലാം കാളിയാണോ അവിടെ അയാൾ സ്വയം കാളി അല്ലാതായിരിക്കുന്നു. അയാൾ ഇനി ഷഹാദത്ത് ചെല്ലുന്നത് വരെ, രണ്ടാമത് അയാളെ കാളിയായി നിശ്ചയിക്കപ്പെടുന്നത് വരെ അയാൾ ഇപ്പോൾ കാളിയായി നിൽക്കുന്ന മഹല്ലുകളിൽ അയാൾ കാളിയല്ല. അയാളുടെ തീർപ്പ് മുസ്ലിമീങ്ങൾക്ക് സ്വീകാര്യമല്ല. അയാൾക്ക് മാസമുറപ്പിക്കാൻ അവകാശമില്ല. അയാൾക്ക് വലിയില്ലാത്ത കുട്ടികളെ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ അധികാരമില്ല. കാളി എന്ന നിലയിൽ ഒരധികാരവും അയാളിൽ നിന്ന് അവശേഷിക്കുന്നില്ല. അയാളെ കാളിയായി തുടരാൻ അനുവദിക്കുന്ന മഹല്ലുകാർ മറ്റാരോടെങ്കിലും മസ്അല അന്വേഷിക്കട്ടെ. ഞങ്ങൾ പാർട്ടിപരമായ പക്ഷപാതിത്വത്തിന്റെ പേരിൽ പറയുന്നവരാണെന്ന് ഞങ്ങളെക്കുറിച്ച് ആക്ഷേപമുണ്ടാകാം. കാരണം ഞങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഖാദിമീങ്ങൾ. അപ്പൊ ഞങ്ങൾക്ക് പക്ഷപാതപരമായി ഞങ്ങൾ ആരോപണം ഉന്നയിക്കുകയെന്ന് ആക്ഷേപമുണ്ടാകാം. ഞങ്ങളുടെ നിഷ്പക്ഷതയെ ഒരുപക്ഷെ ചോദ്യം ചെയ്തേക്കാം. അങ്ങനെ വരാലോ, സാധ്യത ഉണ്ടല്ലോ. രണ്ടുപേരിൽ രണ്ട് സംഘടനകൾ രണ്ട് പക്ഷത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നതല്ലേ? രണ്ടുപേരിൽ എഴുതിയും പ്രസംഗിച്ചും മത്സരിക്കുന്നതല്ലേ? ഈ സ്റ്റേജ് തന്നെ ഒരുപക്ഷെ മത്സരത്തിനാണെന്ന് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതല്ലേ? ഒക്കെ സമ്മതിക്കും. എന്നാൽ ഒരു വിശ്വപണ്ഡിതനെ കുറിച്ച്, ഒരു മുസ്ലിമായ വലിയ ആലിമിനെ കുറിച്ച് ഈ രീതിയിലുള്ള പരാമർശം നടത്തിയാൽ ആ പരാമർശം നടത്തിയ ആളുടെ ഹുക്മെന്താണ്? അയാൾ വല്ല മഹലിലും കാളിയാണെങ്കിൽ ആ പരാമർശിച്ച നിമിഷം തൊട്ട് അയാൾ കാളിയായി തുടരുമോ? പുറമേ ഉള്ളവരോട് അന്വേഷിക്കണം. സിറാജോ ചന്ദ്രികയോ അല്ലെങ്കിൽ മലയാള സ്റ്റേജുകളോ കേൾക്കുകയോ വായിക്കുകയോ ചെയ്യാത്ത മറ്റാരോടെങ്കിലും തോന്നുക. അഖിലേന്ത്യയിലെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ആലിമീങ്ങളുണ്ടല്ലോ, അവരോടൊപ്പം നിൽക്കുന്നവരോട് തന്നെ ചോദിച്ചാൽ മതി. കേരളക്കാരോട് ചോദിക്കണമെന്നില്ലല്ലോ. അഖിലേന്ത്യയല്ലേ, ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ചു കിടക്കല്ലേ. എന്തൊരു കഥ! മനുഷ്യൻ ചെറുതാകുന്നതിന് വേണ്ട ഒരു അഭിപ്രായം. പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ ഒരു തല മുതൽ മറ്റേ തല വരെ ഒന്ന് പരിശോധിച്ചു നോക്കൂ. ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന് വിരുദ്ധമായാണ് കുഫറിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇസ്ലാമിനെതിരാണ്. നന്ദികേട് എന്ന അർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ ഇവരെ പറയും വിധത്തിൽ നിരുപാധികം കുഫറിനെ പരിചയപ്പെടുത്തിയിട്ടില്ല. തെറ്റിദ്ധരിച്ചതാണ്. വിശദീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വീണത് വിദ്യയാക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. ഏറ്റവും നല്ല മാർഗം എന്താണല്ലോ തെറ്റുപറ്റിയാൽ ഇവനെ വശവരിക്കും. എന്നാ പിന്നെ അധികം പറയുന്നില്ല. ആർക്കും ഏറ്റവും നല്ല വഴിയാണ് സമൂഹത്തോട് സോറി പറയാ. പടച്ച തമ്പുരാനോടുള്ള ഹക്ക് എങ്ങനെയാണെങ്കിൽ അത് വീട്ടും. അത് നമ്മൾ പറയില്ല. പടച്ചോനോടുള്ള ഹക്ക് എങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യന് മനസ്സാക്ഷി ഉണ്ടാവൂലേ?
ഏറ്റവും ഒടുവിൽ ഇപ്പൊ പറയുന്നത് മറ്റൊരാളിൽ നിന്ന് ഹിക്കായത്ത് ചെയ്തതാണ്. നമ്മൾ സ്വന്തമായി പറഞ്ഞതല്ലപ്പ, അത് മറ്റൊരാൾ പറഞ്ഞതാണപ്പ. ആയിക്കോട്ടെ, ആര് പറഞ്ഞത്? മറ്റൊരാളിൽ നിന്ന് ഹിക്കായത്ത് ചെയ്യുമ്പോൾ ഹിക്കായത്ത് ചെയ്യുന്ന ആൾക്ക് യാതൊരു ഉത്തരവാദിത്വമല്ലേ? അത് മാത്രമല്ല, ഒരു പൊതുവേദിയിൽ വെച്ച് അത് എന്തിനുദ്ധരിച്ചു? തന്നെയല്ല, മറ്റൊരാളെന്ന് പറഞ്ഞ ആളെ മരിച്ച ആളെ പിടിക്കില്ല. കാരണം ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹം തിരിച്ചത്. മരിച്ച ആള് രണ്ടാളെ പേരെല്ലാം ഒരുമിച്ച് കളവുകയാണ്. ഒന്ന് ശംസുൽ ഉലമയുടെ മേൽ വഫാത്തായ പണ്ഡിതന്റെ മേൽ ഒരു ആരോപണം, രണ്ടാമത് മറ്റൊരാളെ തൊട്ട് ഹിക്കായത്താന്ന് പറഞ്ഞ് മരിച്ചുപോയ മറ്റൊരാളെ പേരിൽ വേറൊരു ആക്ഷേപം. ജീവിച്ചിരിക്കുന്ന നമ്മൾ തമ്മിലൊക്കെ പോയത് മരിച്ച ആളുകളെ എന്തിനു അധിക്ഷേപിക്കും? അതുകൊണ്ട് ഈ പ്രവണത സുഖമുള്ളതല്ല. നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, അവരോടൊപ്പം നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ രീതിയിൽ സമത്തയിൽ നിന്ന് മാറിപ്പോയ ആളുകൾക്ക് ഓരോ ഘട്ടങ്ങളിലും ഈ രീതിയിലുള്ള അബദ്ധങ്ങൾ തുടർച്ചയായി എന്തുകൊണ്ട് വന്നിരിക്കുന്നു? എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? പ്രായവും പക്വതയുമുള്ള അല്പമെങ്കിലും ഇൽമുള്ള ആളുകൾ ഇതിനെക്കുറിച്ചൊക്കെ ഗൗരവപൂർവ്വം ചിന്തിക്കാൻ തയ്യാറാകണമെന്നാണ് നമ്മുടെ വിനീതമായ അർത്ഥം. അല്ലാതെ ഞാൻ യഥാർത്ഥത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഇതിനെക്കുറിച്ച് വളരെ ഗൗരവമായി പറയാൻ വിചാരിച്ചിട്ടില്ല. തുടക്കം മുതലേ എന്റെ മനസ്സിനെ അലട്ടുന്ന ഒരു പ്രശ്നം, റഹ്മാനായ തമ്പുരാനെ ഇതിനെന്താ പറയാം? ഇനി ഞാൻ തമാശക്ക് പറയുന്നല്ല, ഗൗരവത്തിൽ എന്താണ് ഇതിനു വേണ്ടി പറയുന്നത്? ഈ യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ എന്റെ കൈവശം ബാക്കിയുണ്ട്. ഞാൻ ആദ്യമായും അവസാനമായും ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് നിർത്തുക. നിങ്ങൾ നീണ്ട പുസ്തകം ഇതിൽ നിന്ന് പ്രതീക്ഷിക്കണം. എനിക്ക് പ്രത്യേകം ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഒരു മുസ്ലിമായ സാധാരണക്കാരനെ കുറിച്ച്, ഒരു മുസ്ലിമായ ആലിമിനെ കുറിച്ച് പ്രത്യേകിച്ച്, ശംസുൽ ഉലമ പോലുള്ള ഒരു മഹാപണ്ഡിതനെ കുറിച്ച് അതിലേറെ വിശ്വസിക്കും. ഈ രീതിയിൽ ആരോപിക്കുന്നതിന്റെ വിധി ഇന്നതാണെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ കിതാബുകളിലൊക്കെ ഞാൻ പറയുന്നില്ല, അതിന്റെ വിധി ഞാൻ പറയുന്നില്ല. നിങ്ങളൊക്കെ 10 കിതാബെങ്കിലും ഓതാത്തവരുണ്ടാവുമല്ലോ. 10 കിതാബ് മുതൽക്കുള്ള നമ്മൾ സുന്നിയാളെ അംഗീകരിക്കുന്ന കിതാബുകളിൽ ഒരു മുസ്ലിമായ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ പറഞ്ഞ ആളുടെ ഹുക്മ് എന്താണെന്ന് എല്ലാ കിതാബിലും ചോദിക്കാം. എന്നിട്ട് നിങ്ങളെ പറയാൻ പോകുന്നത് മനസ്സ് വേദനിക്കും. ഇങ്ങനെയുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കേണ്ടി വന്നത് എന്ന് വിചാരിച്ച വേറെ കുട്ടികളെ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞതുപോലെ നാം തിരിച്ച് പറയാൻ പാടില്ല എന്ന് പറയുന്നു. പക്ഷെ അദ്ദേഹം ചെയ്തിരിക്കുന്നത് വലിയ പാതകമാണ് മനസ്സിലാക്കി. മാത്രമല്ല, അദ്ദേഹം ശംസുൽ ഉലമയുടെ ശിഷ്യനായിരുന്നു. ഇവിടെ പറഞ്ഞു, ശംസുൽ ഉലമയുടെ ശിഷ്യനായിരുന്നു. ബിരുദം നൽകപ്പെടുന്ന ഒരു സ്ഥാപനത്തിൽ ബിരുദദാന പ്രസംഗം നടത്തുമ്പോൾ എടുത്തോട്ടെ എന്ന് മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയുണ്ടൊരു വികാരം. ഏത് പേരിലാണ് മനുഷ്യൻ ഇത്രത്തോളം അഹങ്കരിക്കുന്നത്? ചരിത്രം ഒരുപാട് ധിക്കാരികളെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഓർത്തു, ഇന്ന് പ്രസംഗിക്കുമ്പോൾ ബൽആമിന്റെ ചരിത്രം പറയണോ എന്ന് ഞാൻ ഓർത്തു. പിന്നെ എനിക്ക് തോന്നി വേണ്ട. എന്റെ മനസ്സിൽ തോന്നിയ അങ്ങനെയാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചു, എനിക്ക് വേണ്ട എന്ന് തോന്നാൻ കാരണം എനിക്ക് വയസ്സ് 48 അതുകൊണ്ട് തോന്നിയതായിരിക്കാം. നിങ്ങൾ വിചാരിക്കാൻ അത്ര ചെറുപ്പമല്ല, അതുകൊണ്ടായിരിക്കാം ആ ചരിത്രം പറയണ്ട എന്നെനിക്ക് തോന്നി. ഞാൻ ആദ്യം അത് പറയണം. നിങ്ങളൊന്ന് വായിച്ചോളൂ. അതുകൊണ്ടായിരിക്കാം ആ ചരിത്രം പറയണ്ട എന്നെനിക്ക് തോന്നി. ഞാൻ ആദ്യം അത് പറയണം. നിങ്ങളൊന്ന് വായിച്ചോളൂ. അവർ ഒരുപാട് പറഞ്ഞതാണ്. അതാണല്ലോ അവർ നമ്മളായിട്ടുള്ള വ്യത്യാസം.
അവരൊരുപാട് പറഞ്ഞതാണ്, നമ്മൾ തീരെ പറയാത്തതാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ വിവാദത്തിൽ മറുഭാഗത്തെക്കുറിച്ച് കേരളത്തിൽ അല്പമെങ്കിലും ഇൽമുള്ള ഏത് വിഭാഗത്തിൽപ്പെട്ടവരും ഒരു വിഭാഗത്തിൽ പെടാത്തവരും മറുഭാഗത്തെ കുറിച്ച് എന്താ വിചാരിക്കുക? അവർക്ക് ഏറ്റവും കരണീയമായത് എന്താണ്? സിറാജിൽ ഈ പ്രസ്താവന കൊടുക്കുന്നതിലാണ് നന്നായിരുന്നത്. അത് അബദ്ധവശാൽ സംഭവിച്ചതാണ് എന്ന് പറഞ്ഞാൽ വിഷയം തീർന്നത്. അതല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. പത്രത്തിൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, രേഖയാക്കി, പിന്നെ കൊടുത്തേ തിരുത്താൻ വേണ്ടി വേറെ രേഖയാക്കി. ഇനി നാളെ എന്താ വരാന്ന് അറിയില്ലട്ടോ, നാളെ വേറെ എന്തെങ്കിലും വരും. കാരണം ഒരു പേപ്പർ കയ്യിലുണ്ടല്ലോ, എത്തിയും കുട്ടികൾക്ക് വേണ്ടി തിരിച്ചതുകൊണ്ട് നടത്തുകയാണെങ്കിലും ഒരു നോട്ടീസ് കയ്യിലുണ്ടല്ലോ, ഇതിനൊക്കെ പടത്തോനോട് സമാധാനം പറയേണ്ടി വരും. നിങ്ങളൊരു കാര്യം ഓർക്കൂ, ഞാൻ ഈ പറഞ്ഞല്ലോ, മുത്തബരിദ് മുതൽക്കുള്ള ഏതെങ്കിലും കിതാബുകൾ നിങ്ങൾ നോക്കുക, ഒരു മുസ്ലിമായ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ ആരോപിച്ചാൽ എന്താണ് സ്ഥിതി? പിന്നെ പറയാനുള്ളത് ആരോപിച്ചിട്ടുണ്ടോ ഇല്ലേതാണ്. ആരോപിച്ചു എന്നാണ്, കഫറ എന്ന് ആരോപിച്ചിട്ടുണ്ട് എന്നാണ് സിറാജ് പറയുന്നത്. പക്ഷെ കഫറ കൊണ്ട് ഉദ്ദേശിച്ചത് നന്ദി കേട് എന്നാണ്. ഞാൻ രണ്ട് നിലക്ക് പറയാം. ഒന്ന്, അദ്ദേഹം പ്രയോഗിച്ച സന്ദർഭം നന്ദി കേട് എന്ന അർത്ഥത്തിലല്ല. കാരണം പിഴച്ചു ഒക്കത് കഫറ, പിഴച്ചു ഒക്കത് കഫറ എന്ന് പറഞ്ഞാൽ അവിടെ നന്ദികേടല്ല പ്രകടമാകുന്നത്. മാത്രമല്ല, അദ്ദേഹം ഹക്കിന്റെ മേലാണ് പറഞ്ഞിട്ടാണ് ശംസുൽ ഉലമയെ കുറിച്ച് പറയുന്നത്. നേരെ വിപരീതം. ഹക്കിനെതിരിൽ പറയപ്പെടുന്ന കുഫർ ഇസ്ലാമിനെതിരിൽ പറയപ്പെടുന്ന കുഫറാണ്. അതുകൊണ്ട് അദ്ദേഹം പ്രയോഗിച്ച സന്ദർഭം മതഭ്രഷ്ട് എന്ന അർത്ഥത്തിൽ തന്നെ പറഞ്ഞു പെട്ടതാണ്. രണ്ട് കാര്യം ചെയ്യാം. ഒന്ന്, അയാൾക്ക് പശ്ചാത്താപിച്ച് ഷഹാദത്ത് ചൊല്ലി പശ്ചാത്താപിച്ച് മടങ്ങാം, സമൂഹത്തോട് മാപ്പ് പറയാം. രണ്ട്, അയാൾ അതിന് തയ്യാറില്ലാതെ ധിക്കാരിയായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അയാളുടെ സംഘടന മുഷാവറ എന്ന പേരിൽ അവർക്കൊന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇവരുള്ളവരോ ഇല്ലാത്തവരോ ആരക്കപ്പാടെ കൂടിയിട്ടുള്ള 40 ആൾ ഉണ്ടാവണം. അള്ളാഹു ആയാലും 40 ആൾ ഉണ്ടായിരിക്കും. ആ ഉണ്ട് എന്ന് പറയപ്പെടുന്ന മുഷാവറ ചേർന്ന് ഈ വിഷയത്തെക്കുറിച്ചുള്ള മതവിധി ഇന്നതാണെന്ന് സമൂഹത്തോട് അവർ പറയണം. അവർ പറയണ്ടേ? തൊട്ടതിനൊക്കെ പ്രസ്താവന ഇറക്കാൻ പത്രക്കാരെയും മാധ്യമങ്ങൾക്കും മുഖം കാണിക്കാൻ തയ്യാറാകുന്ന അവരുടെ ജീവാത്മാവും പരമാത്മാവുമായ മാന്യദേഹം മൗനം ദീക്ഷിച്ചാൽ പറ്റില്ല. അയാളുടെ നാക്ക് അണ്ണാക്കിലേക്ക് ഇറങ്ങിയാൽ പറ്റില്ല. അയാളെ കൊണ്ട് പറയിപ്പിക്കണം, കുന്നി പിടിച്ച് പറയിപ്പിക്കണം. അതാൻ പാടില്ല. എല്ലാത്തിനും മൂപ്പര് പ്രസ്താവനയായിട്ട് വരുന്നതാണല്ലോ. എന്താ മുണ്ടാത്തത്? നാക്കിന് നീളല്ലേ? എന്താ ഈ സാധുവിനെ അഖിലേന്ത്യാ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റാന്ന് പറഞ്ഞ ഈ സാധു എമ്മനെ പിടിച്ച് മുന്നോട്ട് ഉന്തി കുഴിയിൽ വീഴാൻ നല്ലത് അയാളല്ലേ? എന്തിനാ അയാളെ പിടിച്ച് മുന്നോട്ട് ഉന്തിയത്? കുഴിയിൽ വീഴാൻ നല്ലത് അയാളാണ്. മറ്റവൻ കരയത്ത് നീളത് നോക്കുക, മറ്റവനെ തള്ളിപ്പിട്ട് കറക്കണില്ലല്ലോ, വളവ് നടക്കൂല, എന്തെങ്കിലും ഒന്ന് പറയണം. ഒരു പക്ഷേ എന്നെ ചീത്ത പറയും, അതുകൊണ്ടൊന്നും കാര്യമില്ല. ഈ വിഷയം പറയണം, ചീത്ത പറഞ്ഞോളിൽ, അതുകൊണ്ടൊന്നും വിരോധമല്ല. ഈ വിഷയത്തെക്കുറിച്ച് എന്ത് പറയാണ്ട്? ഉള്ളാള് വെച്ച് താജുൽ ഉലമ പട്ടം നൽകുമ്പോഴാ ഈ പ്രസംഗം. താജുൽ ഉലമ ആലോചിച്ച് നോക്കാണ്. താജുൽ ഉലമ പട്ടം നൽകുമ്പോഴാണ് ഈ പ്രസംഗം. അയാൾക്ക് നൽകേണ്ട പട്ടം അതല്ല. ഇന്നതാണെന്ന് ഞാൻ പറയുന്നില്ല. എന്റെ മനസ്സിൽ ഓർമ്മ വന്നു, പക്ഷെ ഞാൻ പറയില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ ഞാൻ കാട് കയറി പോകേണ്ട പ്രസംഗം ഞാൻ പറയുന്നില്ല. പരമാവധി നമ്മൾ സൂക്ഷിക്കുക. അപ്പോ ഒന്ന്, അയാൾ പശ്ചാത്താപിച്ച് മടങ്ങണം. ഒരു പരിഹാരം അതാണ്. അതല്ലെങ്കിൽ അവരുടെ സംഘടന ഇതിനെക്കുറിച്ച് പ്രസ്താവന നടത്തി നിലപാട് വ്യക്തമാക്കണം. തെറ്റാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ അയാളെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണം. ആക്ഷൻ വേണ്ടേ? ഒന്നുകിൽ ഈ പറഞ്ഞതിനെ ന്യായീകരിച്ചുകൊണ്ട് അവിടെ നിൽക്കണം, അല്ലെങ്കിൽ ആക്ഷൻ വേണം, അനന്തര നടപടി വേണം. ഉത്തരവാദപ്പെട്ട ഒരു സംഘടന എന്ന നിലക്ക് ശംസുൽ ഉലമയെ വിമർശിച്ചു എന്നതല്ല മസല. ഒരു ഇസ്ലാം മത പണ്ഡിതനെ കുറിച്ച് മറ്റൊരാൾ ഇவ்விധം പറഞ്ഞാൽ അയാളുടെ ഹുക്കം എന്താണ്? ഇതിനെക്കുറിച്ച് തീർപ്പ് പറയണ്ടേ?
തീർപ്പ് പറഞ്ഞല്ലേ മതിയാകൂ. പറഞ്ഞോ ഇല്ലേ എന്നുള്ളത് കേസറ്റുകൊണ്ട് നടക്കേണ്ട. സിറാജ് തന്നെ ഉണ്ടല്ലോ പറഞ്ഞു. പറഞ്ഞത് ഏതർത്ഥത്തിലാണെന്നാ പിന്നെ അലൽ ഇത്ലാഖി കഫറ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മാത്രമല്ല ഹക്കിന്റെ എതിരിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വല്ലയെ തുടർന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അറിയാതെ പോയാൻ പറ്റൂ. ബിരുദം നൽകപ്പെടുന്ന കോളേജിലെ പ്രിൻസിപ്പാളല്ലേ മൂപ്പർക്ക് അറിയാതിരിക്കുമോ? പറഞ്ഞു എന്ന കാര്യം സിറാജ് മുഖേന സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്നാ ഇതിലേറെ പിറ്റേക്ക് നല്ല പറഞ്ഞിട്ടില്ല എന്ന് നുണ പറഞ്ഞു വെച്ചെന്ന് ഏതായാലും നുണയെ പറയുന്നത്. മാത്രമല്ല വിശദീകരിച്ചപ്പോഴും നുണ പറയേണ്ടി വന്നല്ലോ. മിഞ്ഞാന്ന് പറഞ്ഞാലോ ശരിയെന്ന് പറഞ്ഞില്ലേ? ജീവിതത്തിൽ ഒരിക്കലും സത്യം പറയാനുള്ള ഭാഗ്യം ഈക്കളെ സംബന്ധിച്ചില്ല. എന്താ ചെയ്യാ? ഓരോരുത്തർക്ക് അല്ലാഹു തആല നൽകിയ ഒരു യോഗ. ഉണ്ണാനും കളവ് പറയാനും മാത്രമേ വായ തുറക്കൂ എന്നുള്ളതാ ശരി. ഇങ്ങനെയുള്ളൊരു വിഭാഗം സുന്നത്ത് ജമാഅത്തിന്റെ പേര് പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്നതാണ് ആശ്ചര്യകരം. ഞാൻ അധികമായി പറയുന്നില്ല. സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ പ്രസംഗിച്ച് നടക്കുന്നതാണ് ആശ്ചര്യകരം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ആളുകളോടല്ല, മറുഭാഗത്ത് സുന്നത്ത് ജമാഅത്തിന്റെ അല്പമെങ്കിലും ആശയമുണ്ടെന്ന് തെറ്റിദ്ധരിച്ച ശുദ്ധാത്മാക്കളുണ്ടെങ്കിൽ അവർ തിരിച്ചു വരണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. അവർ ചിന്തിക്കാൻ തയ്യാറാവണം. വെറുതെ എന്താ പ്രശ്നം? എന്താണ് ഈ കേൾക്കുന്നത്? എന്താണ് ഈ വായിക്കാൻ കഴിയുന്നത്? സുബ്ഹാനല്ലാഹ്, എന്തൊക്കെയാണ് ഈ സിറാജിൽ അച്ചടിച്ച് കിട്ടത്? അവർ സ്വയം ആലോചിക്കട്ടെ. എന്തൊക്കെയാണ് വെറുതെ അവർ ആലോചിച്ചാൽ മതി. നമുക്ക് വേറെ ആവശ്യമൊന്നുമില്ല. അവർ സ്വയം ആലോചിക്കട്ടെ. എന്താണ് തമ്പുരാനെ ഈ കാണുന്നത്? അവർ സ്വയം ആലോചിക്കട്ടെ. മാത്രമല്ല, ഇന്ന് തിരുത്തിയതിൽ മറ്റൊരാളിൽ നിന്ന് ഹിക്കായത്താണെന്നാ പറയുന്നത്, മറ്റൊരു പ്രമുഖനിൽ നിന്ന്. ഇനി ഹിക്കായത്താണെന്ന് ലാസ്റ്റ് ഉള്ള വിശദീകരണത്തിൽ നമ്മൾ നിൽക്കാം. എന്നാൽ ആ ഹിക്കായത്തനുസരിച്ച് എന്താ ഉള്ളത്? ശംസുൽ ഉലമ പിഴച്ചുപോയി വഖദ് കഫറ എന്ന് മറ്റൊരാൾ അദ്ദേഹത്തോട് പറഞ്ഞു. ആ പറഞ്ഞയാള് പറഞ്ഞ കഫറിന്റെ അർത്ഥം നന്ദി കേടാണെന്ന് എമ്മെ പറഞ്ഞു. അത് ജീവിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ നമുക്ക് അദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കാമായിരുന്നു. വളരെ സൗകര്യപൂർവ്വം അതിന് മരിച്ചുപോയ ഒരാളെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. മരിച്ചുപോയ ഒരാളെ കുറിച്ചാണെങ്കിൽ ജീവിതം എന്ന് പറയുന്ന ആളുകൾക്ക് പിന്നെ ആലോചിക്കാനൊന്നുമില്ലല്ലോ. സൗകര്യപൂർവ്വമാണ് മരിച്ചുപോയ ഒരാളെ തെരഞ്ഞെടുത്തത്. ഈ പറയപ്പെട്ടവരൊക്കെ ശംസുൽ ഉലമയുടെ ശിഷ്യന്മാരാണ്. ഇതാണ് ഗുരുനിന്ദയുടെ. മതവിശ്വാസികളല്ലാത്തവർ പോലും ഇത്രമാത്രം വലിയ ഗുരുനിന്ദക്ക് ധാർഷ്ട്യം കാണിക്കില്ല. മനുഷ്യത്വത്തിന്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് മതനിഷേധികൾ താമസിക്കുന്നില്ലേ? മതനിഷേധികൾ, ദൈവത്തിലും മതത്തിലും വിശ്വാസമില്ലാത്ത ആളുകൾ. അവർക്കുമുണ്ട് ഗുരുവന്ദനം, അവർക്കുമുണ്ട് മാതാപിതാക്കളോട് ബഹുമാനം. ലോകത്ത് കേട്ടുകേൾവിയില്ലാതെ മതനിഷേധികൾ പോലും ധാർഷ്ട്യം കാണിക്കാത്ത വിധം ഏറ്റവും വലിയ ഗുരുനിന്ദയാണ് യഥാർത്ഥത്തിൽ വിമത നേതാവിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ഈ കേട്ടത് കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കില്ല. ഇനി എന്തൊക്കെയോ പറയും. നമുക്കെന്താ മാർഗം? വിസർജിച്ചോനെ പേറിയാൽ പേറിയോനും നാറും. അതുകൊണ്ട് ഇതാണ് ഒഴിവാക്കുക. മാത്രമല്ല, വിസർജിച്ചോൻ അവിടെ കഴിയാൻ മതിയാവും, പേറിയോൻ അവിടെ കഴിയാൻ മതിയാവും. ഒട്ടാകെ കുളിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ മനുഷ്യനെ ചുമന്ന് നടക്കുന്ന ആളുകൾ ആകെ എരപ്പാവും. കാരണം ഇയാള് പേറിയോനുള്ള കൂടുതൽ ആശങ്ക. കാരണം ഓന്റെ പെരടിയിലും ഓന്റെ കുപ്പായത്തിലും ഓന്റെ വേറുള്ളടത്തും ഒക്കെപ്പാടെ ആയിട്ട് ആകെ നാശാവുമല്ലോ. വേറിയോനാണ് കൂടുതൽ അപകടം വരിക. അതുകൊണ്ട് ഇയാളേക്കാൾ കൂടുതൽ അപകടം അയാളെ പിന്തുണക്കുന്നവർക്കും അയാളെ കൊണ്ടു നടക്കുന്ന ആളുകൾക്കുമാണ് വരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി അവരോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ മാറി ചിന്തിക്കാൻ അവസരം കണ്ടെത്തണം.
എത്ര അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നു, എത്ര അവസരങ്ങൾ. പടച്ചോനെ കുറിച്ച് പോലും മോശമായി എഴുതി, പാഠപുസ്തകങ്ങളിൽ അബദ്ധങ്ങൾ എഴുതി, കുവൈത്ത് കരാറിൽ വളരെ മോശമായി ഒപ്പിട്ടു. എത്ര എത്ര അവസരങ്ങൾ വന്നു. മാസം ഉറപ്പിക്കൽ അബുദാബിന്ന് എന്താ കേരളത്തിൽ ഉറപ്പിക്കാൻ പാടില്ല എന്ന് വീറോടെ ചോദിച്ചു മൂപ്പറ പേപ്പറിൽ. 10 മീനും കൂടി ഓടിയ വിവരം ഉണ്ടായില്ല. ആളാണെങ്കിലോ ലോക പണ്ഡിതനാണ്. ഒരു 10 മീൻ വിവരമില്ലാത്ത മതി. ചൊറുക്കുള്ള റസീറ്റ് അടിച്ചാൽ മതിയല്ലോ, എന്നാൽ അഖിലേന്ത്യാ സെക്രട്ടറി ആവുന്ന പോലെ വിചാരം. എന്തെല്ലാം അവസരങ്ങൾ ഇൽമിന്റെ അഹ്ലുകാരുടെ മുമ്പിൽ വന്നു. സാമാന്യം കിതാബ് ഓതിയിട്ടുള്ള ഒരു ആവറേജ് ഒരു മുതഅല്ലിം മുതൽക്കുള്ള എല്ലാവർക്കും ഇവരെ മനസ്സിലാക്കാനുള്ള ഒട്ടേറെ അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നു. ഏറ്റവും ഒടുവിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഏറ്റവും വലിയ ഗുരുതരമായ ഒരു സംഭവം കൂടി ഇതാ നാം ആരും നിലച്ചിരിക്കാതെ നമ്മുടെ തലയിൽ വന്ന് വീണിരിക്കുന്നു. നാളെ മുതൽ വിമത വിഭാഗം എന്ത് പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിച്ച ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളാവാം. നാളെ മുതൽ എന്തൊരു നടപടിയിലേക്കാണ് അവർ നീങ്ങാൻ പോകുന്നത് എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. മറുപടി പറഞ്ഞിട്ടാണോ എങ്കിൽ എന്ത് പറയും, എഴുതിയിട്ടാണോ എന്തെഴുതും. ഇനി പറഞ്ഞില്ല എന്ന് പറയാൻ നിവൃത്തില്ല. പറഞ്ഞത് സിറാജ് രേഖപ്പെടുത്തി. അങ്ങനെ രേഖപ്പെടുത്തൽ കഴിഞ്ഞ് ധൃതിയേറി, എല്ലാത്തിനും ധൃതിയേറിയതാണല്ലോ. പടച്ചോ സമസ്തനെ കാത്തതല്ലേ, തിറ്റ പോയിട്ടില്ലെങ്കിൽ ഇന്നിപ്പോ ഇയാൾ ആരാ? പടച്ചോ സമസ്തനെ കാത്താണല്ലോ. ഈ കാവലേറിനെ പിന്നെ എങ്ങനെ അള്ളാഹു തആല സമസ്തനെ മൂപ്പര് ധൃതിയേറിയിട്ട് പോയതാണ്. പോയിട്ടില്ലെങ്കിൽ ഇന്നത്തെ സ്ത്രീ എന്താ? പടച്ചോ കാത്തതല്ലേ. മറ്റേ ചങ്ങായി പോയിട്ടില്ലെങ്കിൽ ഇന്നത്തെ സ്ഥിതി എന്താ? എന്നാ പോകാൻ നമ്മളാരെങ്കിലും പറഞ്ഞതോ? പോകാൻ വേണ്ടി അവര് സിറാജിൽ പറയുന്ന കാരണം ശംസുൽ ഉലമ ബിദ്അത്തിന്റെ അഹ്ലുകാരുമായി ചില വിഷയങ്ങളിൽ ഇളവ് വരുത്തിയെന്ന. എന്താണാവോ? ബിദ്അത്തിന്റെ അഹ്ലുകാർ തറാവി 8 പറഞ്ഞു, സുന്നിയാള് 20 പറഞ്ഞു, ശംസുൽ ഉലമ 12 പറഞ്ഞു, മദ്യം പറഞ്ഞു. നമ്മൾ കേട്ടില്ല അങ്ങനെ മദ്യം പറയാം. ഏത് ഇളവ് വരുത്തിയെന്നാ പറയുന്നത്? പിന്നെ ചില പൊതുവിഷയങ്ങളിൽ ഒരുമിച്ചിരുന്നു എന്നാണ് ആക്ഷേപമെങ്കിൽ ഈ പറയുന്ന ആളുകൾ ഒരുമിച്ചിരുന്നിട്ടില്ലേ? കോഴിക്കോട് നദ്വി സാഹിബ് പങ്കെടുത്ത യോഗത്തിൽ ശംസുൽ ഉലമ പങ്കെടുത്തതാണ് ഇവർ സൂചിപ്പിക്കുന്നത്. അതേ നദ്വിയും വിദ്യാർത്ഥികാരും മംഗലാപുരത്ത് പങ്കെടുത്ത യോഗത്തിൽ ഇതേ ഉള്ളാൾ തങ്ങൾ പങ്കെടുത്തല്ലോ. അപ്പൊ കോഴിക്കോടാവുമ്പോൾ ഇളവാണ്, മംഗലാപുരത്താവുമ്പോൾ സ്ട്രോങ് ആണ്. ഒരേ നിലപാടിന് സ്റ്റേറ്റ് മാറുമ്പോൾ ആ ഇളവ് വരുന്നു. കാസർഗോഡ് വിട്ടാ പിന്നെ ലൂസാ. മനസ്സിലാവില്ല. മൂപ്പര് വെറുതെ അല്ല അണ്ണാക്കാൻ പോയത്. ബുദ്ധിയുള്ളവരടിയിൽ പറ്റൂലെന്ന് എഴുതിയിട്ട്. അല്ലെങ്കിൽ എന്ത് ദർശാപരൊക്കെ നടത്തുന്നത്? ഉടച്ച മൂരിലേക്ക് പൈക്കളെ കെട്ടിയ മാതിരി നല്ലാതെ മുത്താലിമീങ്ങൾക്ക് വല്ലതും കിട്ടാൻ പോകും. ഇക്കാലത്തൊക്കെ പോയിരുന്ന മുത്താലിമീങ്ങളെ കാലം വെറുതെ നശിച്ച തന്നെ. ഒരെണ്ണം ഓടാൻ പോകാൻ പാടില്ല, കാലം വെറുതെ നശിച്ചു പോകും. അതൊരു കാര്യമല്ല. കാരണം എന്തോതി കൊടുക്കാനാ വിറ്റ? ഏത് ദർശനത്താണ് ശംസുൽ ഉലമ ഇളവ് വരുത്തിയെന്നാ പറഞ്ഞത്? എവിടെ ഇളവ് വരുത്തിയത്? ശരീഅത്ത് പ്രശ്നത്തിൽ ഒരുമിച്ചിരിക്കാൻ തയ്യാറായി. അത് ശംസുൽ ഉലമ കോഴിക്കോട് മുതലക്കുളം മൈതാനിയിലിരുന്നു, ഉള്ളാൾ തങ്ങൾ മംഗലാപുരത്തും ഇരുന്നു. ഒരേ സംഘാടകര്, ഒരേ പ്രസംഗകര്, ഒരേ വിഷയം. പിന്നെങ്ങനെ ശംസുൽ ഉലമയെ കുറിച്ച് മാത്രമേ ആക്ഷേപം? അത് മാത്രമല്ല, ശംസുൽ ഉലമയുടെ നിലപാട് ശരിയായിരുന്നു എന്ന് പിൽക്കാലത്ത് കാലം തെളിയിച്ചില്ലേ? ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സാഹചര്യത്തിൽ നമ്മൾ എയർപോർട്ട് മാർച്ച് ഉണ്ടാക്കി. സമത്തുണ്ടായി, സമത്താനുണ്ടായി, മുജാഹിദുണ്ടായി, ജമാഅത്തുണ്ടായി, MES, MSS, സമത്തിന് പുറത്താക്കപ്പെട്ട ഇവരും എല്ലാവരും ഉണ്ടായല്ലോ ഒരേ ബാനറിന് കീഴിൽ. ഈയിടെ സംസ്ഥാന സർക്കാർ +2 അനുവദിക്കുന്നതിൽ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ അനുവദിക്കുന്നതിൽ, പുതിയ വിദ്യാലയങ്ങൾ അനുവദിക്കുന്നതിൽ മുസ്ലിം സമുദായത്തെ അവഗണിച്ചു എന്ന് പറഞ്ഞ ആക്ഷേപമുണ്ടായി. മുസ്ലിം വിദ്യാഭ്യാസ സംരക്ഷണ സമിതിയുടെ മേൽവിലാസത്തിൽ നിവേദനം കൊടുക്കുമ്പോ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. ഈ പറഞ്ഞവരുണ്ട്.
കാരണം പൊതുവിഷയമായിരുന്നു. പിന്നെ എവിടെ ഇളവ് വരുത്തി? യഥാർത്ഥത്തിൽ പറഞ്ഞു കെണിഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞു കെണിഞ്ഞതാണ്. പറഞ്ഞു കെണിഞ്ഞിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ന്യായീകരണം കണ്ടെത്താണ്. പക്ഷെ കെണിക്കിൽ എവിടെയായി പോയെന്നറിയോ? നാരായ പേരിനായിപ്പോയി, അടിസ്ഥാനപരമായിപ്പോയി, ചില്ലകൾക്കല്ല. അടിസ്ഥാനപരമായ ഒരു പ്രശ്നങ്ങളിൽ പറഞ്ഞു കണിഞ്ഞു എന്നത് ഗുരുതര സ്വഭാവം ഉണ്ടാക്കുന്നു. ഇതിനു മുമ്പൊക്കെ പറയുമ്പോൾ ഇത്തരത്തോളം കാര്യങ്ങൾ പറയാൻ ധാർഷ്ട്യം കാണിച്ചിരുന്നില്ല. അതുകൊണ്ട് ഇത്തരം ധിക്കാരപരമായ പരാമർശങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ പ്രതിഷേധത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പിൻവലിക്കാൻ അദ്ദേഹത്തെ നിർബന്ധിതനാക്കും വിധത്തിൽ കേരളത്തിലെ മുസ്ലിംകൾ, പ്രത്യേകിച്ച് സമസ്തയുടെ ആളുകൾ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ച് അയാൾക്ക് നിൽക്കക്കള്ളിയില്ലാതാക്കണം എന്നാണ് എനിക്ക് ആദ്യമായി പറയുന്നത്. അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയരുത്, തിരിയാനും പറയാനും കഴിയും. മറ്റു രീതിയിൽ പ്രതികരിക്കണം എന്നല്ല പറഞ്ഞത്. നമ്മൾ സംയമനത്തിന്റെ ആളുകളാണ്. പക്ഷെ ഇതൊരു എടുക്കാത്ത നാണയമാണ് എന്ന് സമൂഹത്തിന് ബോധ്യം വരണം. ഇത് എടുക്കാത്ത നാണയമാണ്. ഇത് പഴയ കാലത്തുള്ള ഓട്ടക്കാരാണ്. കാരണം ഉള്ളു ഹാളാണല്ലോ, അപ്പോൾ നടുവിൽ ഹാളാണ്. അതുകൊണ്ട് ഇത് പഴയ കാലത്തെ ഓട്ടമുക്കാലാണ്. ഇതിനിപ്പോ ഒന്നും കിട്ടൂല എന്ന് ഈ കൗമിന് മനസ്സിലാവും. ആ രീതി അവരുടെ മുഷാവറ ചേർന്ന് തീരുമാനം പ്രഖ്യാപിക്കുമോ എന്ന് നമുക്കറിയണം. അത് പറയല്ലോ, മൗനം വീഴ്ചാൻ പറ്റുമോ? കുവൈത്ത് കരാറിനെ ന്യായീകരിക്കുന്നിടത്തോളം അവരെ മുഷാവറ അതപ്പതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയകമായും എന്ത് പറയുന്നു അറിയണം. എന്താ അതപ്പതിക്കാന്? ഒരാൾ ജീവനാംശം കൊടുക്കുക, കാലാകാലം ഒരാൾ പോയി തിരിച്ചുകൊണ്ടുവരിക, ബാക്കിയുള്ളവരെ പോറ്റുക, പിന്നെ അതിനനുസരിച്ച് നിൽക്കല. എന്താ നമ്മളൊക്കെ വീട്ടിൽ പലതിനെയും വളർത്താറില്ലേ? അതിൽ നമ്മൾ ചെല്ലുമ്പോൾ വാലാട്ടാതിരിക്കുമോ? ഈ ജീവനാംശം കൊടുത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഇവരെ മുഷാവറ മെമ്പർമാർക്കൊക്കെ എന്ത് വിലയുള്ളത്? പ്രാണിയുണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ, സ്വന്തമായ വ്യക്തിത്വമുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളിൽ സ്വതന്ത്രമായി പ്രതികരിക്കാനുള്ള തന്റേടം അവരോടൊപ്പം നിൽക്കുന്നയാൾ കാണിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നട്ടല് എന്നുണ്ടെങ്കിൽ നട്ടലിന്റെ സ്ഥാനത്ത് വൈക്കോൽ തുരുമ്പാണെങ്കിൽ നിവൃത്തില്ല. സ്വന്തമായി അഭിപ്രായ പ്രകടനം നടത്തണം. ശാഫിഈ ഫിഖ്ഹിന്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ അഖീദയുടെ അടിസ്ഥാനത്തിൽ, നമ്മുടെ പൂർവീക പണ്ഡിതന്മാർ രചിച്ച മുൻകാല ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ മറുഭാഗത്തിന്റെ കൂടെ നിൽക്കുന്ന പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ സ്വയം മുന്നോട്ട് വരണമെന്നാണ് ഞാൻ പറയുന്നത്. അത് സ്വതന്ത്രമായ അഭിപ്രായം പറയട്ടെ, അല്ലെങ്കിൽ ഇയാളുടെ പേരിൽ ആക്ഷൻ ഉണ്ടാവട്ടെ. അത് രണ്ടുമില്ലാതെ മൗനം വീക്ഷിക്കാൻ പറ്റില്ല. ഈ ന്യായീകരണങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കാനും കഴിയില്ല. എങ്ങനെ ഇയാളെ മാത്രം പിടിച്ചു എന്ന് എനിക്ക് മനസ്സിലാത്ത മൂപ്പർ അഖിലേന്ത്യ ആള് ആയതുകൊണ്ടായിരിക്കും. മൂപ്പരെ കൊണ്ട് പ്രസ്ഥാനം കൊടുപ്പിച്ചു. ഒരു കോളേജിൽ മുതഅല്ലിമീങ്ങൾ അധികമുള്ള ഒരു സദസ്സിൽ ഇൽമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരാള് തന്റെ ഗുരുനാഥനായ ഒരു ആലിമിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോ നാവ് വളയുന്നതിനൊക്കെ നാവിനെ വളക്കാവോ? ഒരു സംസ്കാരമില്ല. ആശയപരമായി വൈജ്ഞാനികമായ ചർച്ച നടത്തേണ്ട ഒരു സദസ്സിൽ മരിച്ചുപോയ മഹാന്മാരെ കുതിര കയറല. എന്താണ് ശംസുൽ ഉലമ ചെയ്ത തെറ്റ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ 40 വർഷത്തെ ജനറൽ സെക്രട്ടറിയാ. 40 വർഷത്തെ ശംസുൽ ഉലമ ജനറൽ സെക്രട്ടറി ആകുമ്പോഴാണ് ഇവർ സമസ്തയിൽ വരുന്നത്, ഇവർ സമസ്തയിൽ പ്രവർത്തിക്കുന്നത്, ഇവർ സമസ്തയിൽ പോകുന്നത്. എല്ലാം ശംസുൽ ഉലമ ജനറൽ സെക്രട്ടറി ആവുക. ഇവർ കയറി വരുന്നത് ജനറൽ സെക്രട്ടറി ആകുമ്പോഴാണ്, പ്രവർത്തിക്കുന്ന ജനറൽ സെക്രട്ടറി ആകുമ്പോഴാണ്, ഇറങ്ങിപ്പോകുന്നത് ജനറൽ സെക്രട്ടറി ആകുമ്പോഴാണ്. ആ ശംസുൽ ഉലമ എന്ത് തെറ്റ് ചെയ്തു? കേരളത്തിലെ മുസ്ലിം ലീഗികളെ, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ സമസ്തയുടെ മാർഗത്തിൽ ഒരുമിച്ച് നിർത്തി. ഈ പറയുന്ന ആളുകൾക്കൊക്കെ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചു. ശംസുൽ ഉലമയുടെ ക്ലാസ്സിലിരുന്ന് ഡയറികളിലും നോട്ട് പുസ്തകത്തിലും കുറിപ്പാട്ട് എഴുതി വെച്ച് സുന്നത്ത് ജമാഅത്ത് പഠിച്ചവരാണ്. മറുഭാഗത്തുള്ള പ്രമുഖന്മാരെന്ന വസ്തുത മറക്കണ്ട. അവരാരും കിതാബ് മുത്താല ചെയ്ത് സുന്നത്ത് ജമാഅത്ത് പഠിച്ചവരല്ല.
ശംസുൽ ഉലമയുടെ ക്ലാസ്സിലിരുന്ന് കുറിപ്പാത്ത് എഴുതി പഠിച്ചവരാണ്. യാഥാർത്ഥ്യം അതല്ലേ? ഈ യാഥാർത്ഥ്യത്തെ നിഷേധിക്കാൻ നോക്കുമോ? ശംസുൽ ഉലമയുടെ ക്ലാസ്സിലിരുന്ന് കുറിപ്പാത്ത് എഴുതി ആ കുറിപ്പാത്ത് പഠിച്ചവര് സ്വന്തമായി മുത്താലായ ചെയ്ത് സുന്നത്തിയമായത് പഠിച്ചവരല്ല. ധിക്കാരത്തിനും വേണ്ട ഒരു പരിധി. സമ്പത്ത് അധികം ഉണ്ടാവണം, അതൊക്കെ പറയിപ്പിച്ചതല്ലേ? ദുന്യാവുണ്ട് കഴിഞ്ഞു. ദുന്യാവുണ്ടെങ്കിൽ എന്താ? ഒരു മനുഷ്യന് ഒരുപാട് ദുന്യാവുണ്ടെങ്കിൽ ഒരു നേരം അയാൾ എത്ര ഭക്ഷണം കഴിക്കാം? 4 നേരം കഴിക്കാതെ ഒന്നിച്ച് കഴിക്കോ? ഓരോ ദുന്യാവിന്റെ നല്ല രോഗം ഉണ്ടാവും. അതല്ലെങ്കിൽ ഒരാൾക്ക് ദുന്യാവ് അധികം ഉണ്ടെങ്കിൽ ഒരു നേരം എത്ര കുപ്പായ? 4 കുപ്പായ ഒന്നായിട്ട് എന്നാ തീരാന്താറില്ലേ? അതല്ലെങ്കിൽ 4 നേരം കഴിക്കേണ്ട മരുന്ന് ഒന്നിച്ച് കഴിക്കുക, റിയാക്ഷൻ ഉണ്ടാവില്ലേ? നമ്മളൊരു ജിസ്മുള്ള സാധനം ഒഴിഞ്ഞ സ്ഥലത്തിന് അഹദ് ചെയ്യുന്നതിന് കതിറുണ്ടല്ലോ എന്നതുപോലെ ദുന്യാവിൽ നിന്ന് ഒരാൾ അനുഭവിക്കുന്നതിനൊരു കതിറുണ്ട്. അതിലപ്പുറം എത്ര ദുന്യാവുണ്ടെങ്കിലും ഒരാൾ അനുഭവിക്കൂല. നിങ്ങൾ ഏത് പേരിൽ തിരിച്ചു കൊടുന്ന പണമാണ് ദുരുപയോഗം ചെയ്യുന്നതെങ്കിലും നിങ്ങൾ ദുന്യാവിൽ നിന്ന് നിങ്ങളും ഞങ്ങളും ഒക്കെ അത് അനുഭവിക്കുന്നതിനൊരു കതിറുണ്ട്. അതുകൊണ്ട് പണം കയ്യിലുണ്ട് എന്ന് കരുതി മാതാപിതാക്കളെയോ ഗുരുനാഥന്മാരെയോ പ്രായം ചെന്നവരെയോ ധിക്കരിക്കുന്നത് ശരിയല്ല. ഒരു പക്ഷേ മകൾ മാതാവിനേക്കാൾ അഴകുണ്ടാവും, എന്നാ പിന്നെ ഉമ്മ മകളെ അങ്ങോട്ട് ബഹുമാനിക്കണം? വേണ്ട, മകളെ അങ്ങോട്ട് ബഹുമാനിക്കണം. മകനൊരു പക്ഷേ പിതാവിനേക്കാൾ ആരോഗ്യം ഉണ്ടാവും, മകനാണ് ആരോഗ്യം അധികം ഉണ്ടാവുക പിതാവിനേക്കാൾ, എന്നാ പിന്നെ പാപ്പ അങ്ങോട്ട് ബഹുമാനിക്കണം? വേണ്ട, മകൻ അങ്ങോട്ട് ബഹുമാനിക്കണം. ശിഷ്യനൊരു പക്ഷേ ഗുരുനാഥനേക്കാൾ ബാങ്ക് ബാലൻസ് ഉണ്ടാവും, എന്നാ പിന്നെ ഗുരുനാഥൻ ഇങ്ങോട്ട് ബഹുമാനിക്കണം? വേണ്ട, ശിഷ്യൻ ഗുരുനാഥനെ ബഹുമാനിക്കണം. ശരിയാണല്ലേ? ചെറ അതാണ്, ദീൻ അതാണ്. കന്യത്തുസ്താദിന്റെ ശിഷ്യനായ ശംസുൽ ഉലമ, ശംസുൽ ഉലമയുടെ ശിഷ്യനായ കെ ഹസ്രത്ത്, ഈ പറഞ്ഞ സാഹിബും ഈ ഉസ്താദുമാര് 3 പേര് സമത്തയിൽ ജീവിച്ചിരിക്കുമ്പോഴാണ് സമത്തയിൽ നിന്ന് ധിക്കാരം കാണിച്ച് ഉസ്താദുമാരുടെ പേർ വക്കീൽ നോട്ടീസ് അയച്ച് കേസ് കൊടുത്ത് പുറത്തു പോകുന്നത്. മാതാപിതാക്കളെയും ഗുരുനാഥന്മാരുടെയും പേരിൽ കേസ് കൊടുക്കുകയും ധിക്കരിക്കുകയും ചെയ്താൽ അതിന്റെ തിക്തഫലം ദുന്യാവുന്ന് അനുഭവിക്കേണ്ടി വരും. അതാണ് വിമത വിഭാഗം അനുസ്യൂതം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിന്റെ ഇന്ന് വരെയുള്ള അവസാനത്തെ അനുഭവമാണ് നമ്മളിപ്പോ കേട്ടത്. നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് പടച്ച തമ്പുരാനേ അറിയുള്ളൂ. കാരണം ഗുരുത്വം കോഴിമുട്ടയും കെട്ടാ തിന്നത് ഒന്നിനും കൊള്ളൂല. ഗുരുത്വം കെട്ടതും കോഴിമുട്ട കെട്ടതും അത് രണ്ടിലും പെടാതിരിക്കാൻ നല്ലോണം സൂക്ഷിക്കാറ്. മാത്രമല്ല, ആ ഗുരുത്വം കെട്ടത് കോഴിമുട്ട കെട്ടത് പൊട്ടിയാല് ബാക്കിയുള്ളവർ കൂടി ശല്യ. അതാണ് ഉള്ളാളം മുറൂസിന് പൊട്ടിയത് ബാക്കിയുള്ളവർ കൂടി. അതുകൊണ്ട് അങ്ങനെയുള്ള ശല്യങ്ങളിൽ നിന്നൊക്കെ പടച്ചോ ഈ സമുദായത്തെ കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. നിങ്ങൾ ആരും അദ്ദേഹത്തെ കുറ്റം പറയണ്ട. എന്നാൽ ഗുണം പറയാൻ നമുക്കൊരു നിവൃത്തിയില്ല, നിവൃത്തിയില്ലല്ലോ. പക്ഷെ ആരും അദ്ദേഹത്തെ കുറ്റം പറയണ്ട. ഏറ്റവും ചുരുങ്ങിയത് അദ്ദേഹം പറഞ്ഞ ഭാഷ ഉണ്ടല്ലോ, ആ ഭാഷ ഒരു കാരണവശാലും നമ്മുടെ പ്രവർത്തകരിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അതുണ്ടാകാൻ പാടില്ല. ഞാൻ തമാശയിലെ പറഞ്ഞ വളരെ ഗൗരവത്തോട് പറയുന്നു. അദ്ദേഹം പറഞ്ഞ ഭാഷ ഉണ്ടാകാൻ പാടില്ല. നമുക്ക് തിരിച്ചു പറയാൻ വളരെ സൗകര്യ. മസാല പറഞ്ഞിട്ട് പറയാം. ഞാൻ തുഴപ്പന്റെയും ഞാനിന്റെയും മുകളിന്റെ ഒക്കെ ഇബാറത്ത് ആദ്യം എഴുതിയിട്ടു. പിന്നെ എനിക്ക് തോന്നി വേണ്ട, ഞാൻ സ്വയം ചിന്തിക്കുന്നതാണ്. കാരണം കേസ് ലേശം ഗൗരവ സ്വഭാവമുള്ള കേസാണ്. ഇത് ലേശം ഗൗരവ സ്വഭാവം ഇത് മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കിയ കേസാണ്. രക്ഷപ്പെടാൻ പ്രയാസമാണ്. ഞാൻ പറയാൻ വിചാരിച്ച കാര്യങ്ങളിൽ നിന്ന് സ്വയം പിന്തിരിഞ്ഞത് ഇതിനറിയോ? അയാളെ സ്നേഹിച്ചിട്ടല്ല, ഞാൻ ഇന്നെ സ്നേഹിച്ചു. ഇന്നത്തെ ഒരു ബുദ്ധിമാനിതല്ല. ഒരു മുസ്ലിമായ മനുഷ്യനെ കുറിച്ചാണ് പറയാൻ പാടില്ല. ആലിമിനെ കുറിച്ച് തീരെ പറയാൻ പാടില്ല. ശംസുൽ ഉലമയെ കുറിച്ച് പറഞ്ഞത് നമുക്ക് സഹിക്കാൻ കഴിയില്ല. സ്വന്തം നിലയിൽ പറഞ്ഞാലും പാടില്ലാത്തതാണ്. ഹിക്കായത്ത് എന്നുള്ള പേരിൽ കളവ് പറഞ്ഞാലും പാടില്ലാത്തതാണ്. ഏത് തരത്തിലാണെങ്കിലും
ഒരാലിമിന് പറയാൻ പറ്റാത്തതാണെന്ന് മാത്രമല്ല, ഒരു മുസ്ലിമായ മനുഷ്യന് പോലും പറയാൻ പറ്റാത്ത പ്രയോഗമാണ് ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. അദ്ദേഹത്തിന് അല്ലാഹു തആല ഹിദായത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.